ടു ലെറ്റ്യൂസ് എജ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എജ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വരാൻ പോകുന്ന LDC, LGS, CPO അങ്ങനെയുള്ള നിരവധി എക്സാമിനേഷൻ ആണ്. അപ്പൊ അത് ഏത് എക്സാമിനേഷൻ ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടും. കാരണം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചുമ്മാ ഒരു വഴിപാട് തീർക്കുന്ന പോലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അതിന്റെ ആൻസർ എന്നുള്ളത് പെട്ടെന്ന് പറഞ്ഞു പോകുമല്ല. ഒരു എപ്പിസോഡില്, ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് മാത്രം എടുത്താണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെയും റിവിഷൻ നടത്തും. അത് ഞാൻ Q&A എന്നുള്ള രീതിയിൽ ഒരു റിവിഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നിങ്ങളോട് ആ സമയമാകുമ്പോൾ പറയാം. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ കറക്റ്റ് ആയിട്ട് റിവിഷൻ ചെയ്ത് പോവുക. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഇപ്പോഴൊന്നും ഇതിന്റെ ഫലം അറിയില്ല. എക്സാം എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിന്റെ ഒരു രീതി നിങ്ങളത് മനസ്സിലാക്കുന്നത്. എക്സാം ഹോളിൽ ഇരിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കുന്നത്. പിന്നെ ഒരു കാര്യം, ഇവിടെ ഭയങ്കര സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട്. അതിനിടയ്ക്കാണ് ഈ ക്ലാസ് എടുക്കുന്നത്. സോ ഞാൻ ഇവിടെ ക്ലാസ് എടുക്കുമ്പോൾ ഇരട്ടി പവറിലാണ് എടുക്കുന്നത്. കാരണം വേറൊരു സൗണ്ട് വരുന്നുണ്ട്. അതിനെ അതിജീവിച്ചുകൊണ്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. എന്നിരുന്നാലും ആ ഒരു 5 സെഷൻ എന്നുള്ള കറക്റ്റ് ആയിട്ട് തരാൻ പറ്റണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയിപ്പോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് നടന്ന LDC മെയിനിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതാണ് നമ്മൾ എടുത്ത് ചെയ്യുന്നത്. നമ്മൾ 20ഓളം ക്വസ്റ്റ്യൻസ് ചെയ്തായിരുന്നു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 21ലേക്ക് നമുക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 21. കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ അല്ലെങ്കിൽ അധ്യക്ഷ ആരാണ്? ശ്രീമതി സാറ ജോസഫ്, ശ്രീ CP അബൂബക്കർ, ശ്രീ അശോകൻ ചെരുവിൽ, ശ്രീ സച്ചിദാനന്ദൻ. നമുക്കറിയാം ആരാണ്? കെ സച്ചിദാനന്ദനാണ് അല്ലെ. കെ സച്ചിദാനന്ദനാണ് നിലവില് കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആൻസർ എന്താ വരുന്നത്? ശ്രീ സച്ചിദാനന്ദൻ. ശ്രീ കെ സച്ചിദാനന്ദനാണ് നിലവിൽ കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷ അല്ലെങ്കിൽ അധ്യക്ഷൻ. രാജ്യത്ത് ഒരേ തരത്തിലുള്ള നഗരപാലിക സംവിധാനങ്ങൾ നടപ്പിൽ വരുത്തിയ ഭരണഘടനാ ഭേദഗതി തിരഞ്ഞെടുക്കുക. 44-ാം ഭേദഗതി, 73-ാം ഭേദഗതി, 91-ാം ഭേദഗതി, 74-ാം ഭേദഗതി. രാജ്യത്ത് ഒരേ തരത്തിലുള്ള നഗരപാലിക സംവിധാനങ്ങൾ നടപ്പിൽ വരുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് 74-ാം ഭേദഗതി. ഭരണഘടനയുടെ 74-ാം ഭേദഗതി നഗരപാലികയെ കുറിച്ചാണെന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ 73-ാം ഭേദഗതി എന്തിനെ കുറിച്ചാണ് എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. അടുത്തത്, സംസ്ഥാനത്തിന്റെ ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസി സംസ്ഥാന ഭരണപരിഷ്കാര കമ്മീഷൻ, സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ, ലോക്പാൽ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അല്ലെ. സംസ്ഥാനത്തിന്റെ ക്വസ്റ്റ്യൻ എന്താണ്? സംസ്ഥാനത്തിന്റെ ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതി, അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസി ഏതാണ്? ഓഫ് കോഴ്സ് അത് സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ ആണ് കേട്ടോ. സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ. ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, അതുകൊണ്ട് പഠിക്കണേ. ഇന്ത്യയുടെ 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി അടുത്തിടെ നിയമിതനായ ജഡ്ജി ആര്? ജസ്റ്റിസ് യു ലളിത്, ജസ്റ്റിസ് SA ബോബ്ഡെ, ജസ്റ്റിസ് NV രമണ, ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. ആരാണ്? നിലവിൽ നമുക്കറിയാം ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ്. ഇന്ത്യയുടെ 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ആര്? ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. ഓക്കെ, ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ് ഇന്ത്യയുടെ നിലവിലെ അല്ലെങ്കിൽ 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. അടുത്തത്, സേവന അവകാശ നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതാ? സേവന അവകാശ നിയമം, അതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് തെരഞ്ഞെടുക്കുക. ഓരോ ഓഫീസും നൽകുന്ന സേവനങ്ങൾ ലഭ്യമാക്കുന്ന കാലപരിധി വ്യക്തമാക്കണം അല്ലെ. ഓരോ ഓഫീസും നൽകുന്ന സേവനങ്ങൾ ലഭ്യമാക്കുന്ന കാലപരിധി വ്യക്തമാക്കണം. അതുപോലെ തന്നെ അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലപരിധിക്കുള്ളിൽ ലഭ്യമാക്കിയില്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ പിഴ ഒടുക്കണം. ദെൻ എല്ലാ ഓഫീസുകളിലും അപേക്ഷകർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിന് ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കണം. ഇപ്പൊ 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഈ 3 പ്രസ്താവനകളും സേവനാവകാശ നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായതാണ്. ഓപ്ഷൻ A എല്ലാ പ്രസ്താവനകളും ശരിയാണ്. യെസ്, ഓപ്ഷൻ A ആണ് നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത നോക്കിയേ, താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശമില്ലാത്ത ആശയം ഏത്? സമത്വം, സാഹോദര്യം, ജനാധിപത്യം, വോട്ടവകാശം. താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശമില്ലാത്ത ആശയം. സമത്വം ഉണ്ടെന്ന് നമുക്കറിയാം, സാഹോദര്യം ഉണ്ടായെന്ന് നമുക്കറിയാം അല്ലെ. പിന്നെ ഏതാ വരുന്നത് അതിനകത്ത്? ജനാധിപത്യം ഉണ്ടെന്നറിയാം, വോട്ടവകാശം. യെസ്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശമില്ലാത്ത ആശയമാണ് വോട്ടവകാശം.
നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൊച്ചി, ന്യൂഡൽഹി, തിരുവനന്തപുരം, ബാംഗ്ലൂര്. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോളജി പാർക്ക് നമുക്കറിയാം. ആദ്യത്തെ ടെക്നോളജി പാർക്ക് എവിടെയാണ്? ഓഫ് കോഴ്സ് അത് തിരുവനന്തപുരത്താണ്, അല്ലെ? മൗലിക കടമകൾ ഉൾക്കൊള്ളുന്ന ഭരണഘടന വകുപ്പ് ഏത്? ആർട്ടിക്കിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 51A, ആർട്ടിക്കിൾ 32, ആർട്ടിക്കിൾ 101A, ആർട്ടിക്കിൾ 256. മൗലിക കടമകൾ ഉൾപ്പെടുന്ന എവിടെയാണ്? ആർട്ടിക്കിൾ 51A. ആർട്ടിക്കിൾ 51A പറയുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ചിട്ടാണ്. നെക്സ്റ്റ്, കേരളത്തിലെ സ്കൂളുകളുടെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന ഹൈടെക് പദ്ധതി നടപ്പിലാക്കിയ പൊതുമേഖലാ സ്ഥാപനം ഏത്? കേരളത്തിലെ സ്കൂളുകളുടെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന ഹൈടെക് പദ്ധതി നടപ്പിലാക്കിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? കേരള സ്റ്റേറ്റ് IT മിഷൻ, കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡ്, കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ അല്ലെ, കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി എഡ്യൂക്കേഷൻ നമുക്കറിയാം. കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ആണ് കേരളത്തിലെ സ്കൂളുകളെ കൈറ്റ് മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന ഹൈടെക് പദ്ധതി. ഓക്കെ, കൈറ്റ്. നെക്സ്റ്റ് നോക്കിയേ, നമ്മുടെ മൗലികാവകാശങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന. ശരിയല്ല ചോദിച്ചത്, തെറ്റാണ്. മൗലികാവകാശം സംബന്ധിച്ച് തെറ്റായത്. മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ 3-ാം ഭാഗമാണ്. പ്രസ്താവന ശരിയാണ്. മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാം. ശരിയാണ്. സ്വത്തവകാശം ഒരു മൗലികാവകാശമാണ്. അല്ല, സ്വത്തവകാശം മൗലികാവകാശമല്ല, നിയമാവകാശമാക്കി അല്ലേ? സുപ്രീം കോടതിയെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പൊ ഇതിനകത്ത് എയും ബിയും ഡിയും മൗലികാവകാശങ്ങൾ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായതാണ്. തെറ്റായത് ഓപ്ഷൻ സി മാത്രമാണ്. LDC മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആദ്യം കുറെയൊക്കെ നമ്മൾ പ്രസ്താവന കണ്ടു. ഇപ്പൊ ചെയ്ത 10 ക്വസ്റ്റിനകത്ത് നമുക്ക് പ്രസ്താവനകൾ വലിയ കാര്യമായിട്ടില്ല. അഥവാ പ്രസ്താവന വന്നാലും പെട്ടെന്ന് മൈൻഡ് മാറാതെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. മലയാളത്തിലല്ലേ ക്വസ്റ്റ്യൻ പേപ്പർ, നമ്മൾ മലയാളികളായതുകൊണ്ട് നമുക്ക് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ ശ്രദ്ധ ഡൈവേർട്ട് ചെയ്യാതിരുന്ന് വായിച്ചിട്ട് ആൻസർ ചെയ്ത് നോക്കുക കേട്ടോ. ഇതിൽ 10ൽ 10 കിട്ടിയവരുണ്ടോ? 10ൽ 10 ഉള്ളവരൊന്ന് കമന്റ് ചെയ്തേക്ക് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ തുടർച്ചയായിട്ടുള്ളതും ഉണ്ടാവും. ഇനി അടുത്ത സെഷനിൽ കാണാം. താങ്ക്